പ്രിയപ്പെട്ടവരെ, വേപ്പർ പ്രഷറിനെ സംബന്ധിച്ചുള്ള രണ്ടാമത്തെ വീഡിയോ ആണ് ഇത്. ഒന്നാമത്തെ വീഡിയോയിൽ ഞാൻ എന്താണ് വേപ്പർ പ്രഷർ എന്നും വേപ്പർ പ്രഷറിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സിനെ പറ്റിയിട്ടും ബോയിലിംഗ് പോയിന്റ് എന്താണെന്നുള്ള കാര്യവും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇത് സെക്കൻഡ് പാർട്ടാണ്. വേപ്പർ പ്രഷർ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് പാർട്ട് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് സെക്കൻഡ് പാർട്ട് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് പാർട്ടിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് പാർട്ട് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് സെക്കൻഡ് പാർട്ടിലേക്ക് വരാൻ പറ്റുകയും ചെയ്യും. റൈറ്റ്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാപ്പറോൺ ക്ലോഷ്യസ് ഇക്വേഷൻ ആണ്. എന്തിനാണ് ക്ലാപ്പറോൺ ക്ലോഷ്യസ് ഇക്വേഷൻ നമ്മൾ എന്തിനാണ് ആ ഇക്വേഷൻ്റെ ഒരു ആവശ്യകത അത് ആദ്യം മനസ്സിലാക്കുക. വേപ്പർ പ്രഷറും ടെമ്പറേച്ചറും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണല്ലേ. നമ്മളൊരു ലിക്വിഡ് എടുത്തു. ആ ലിക്വിഡിന്റെ വേപ്പർ പ്രഷറും ടെമ്പറേച്ചറും നമ്മൾ ഒരു പ്രത്യേക ടെമ്പറേച്ചറിലെ വേപ്പർ പ്രഷർ കണ്ടുപിടിച്ചു, അടുത്ത ടെമ്പറേച്ചറിലെ വേപ്പർ പ്രഷർ കണ്ടുപിടിച്ചു. അങ്ങനെ നമ്മളൊരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് എ ഗ്രാഫ് ജസ്റ്റ് ലൈക്ക് ദിസ് വൺ. ഇതുപോലത്തെ ഗ്രാഫ് ആകട്ടെ. ഐ മീൻസ് ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് വേപ്പർ പ്രഷർ കൂടുന്നുണ്ട്. എല്ലാ ലിക്വിഡിന്റെ കേസിലും ഇതുപോലത്തെ ഗ്രാഫ് ആണെന്ന് നിർബന്ധമില്ല. ചില ലിക്വിഡിന്റെ കേസിൽ ഗ്രാഫ് ഇസ് ജസ്റ്റ് ലൈക്ക് ദിസ് വേ, ഇതുപോലെ ആയിരിക്കും. എന്ന് വെച്ചാൽ ലിക്വിഡിന്റെ സ്വഭാവം മാറുന്നതനുസരിച്ച് ടെമ്പറേച്ചറും വേപ്പർ പ്രഷറും തമ്മിലുള്ള ബന്ധവും ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇഫ് യു ആർ ഗെറ്റിംഗ് ഇതുപോലത്തെ ഒരു ഗ്രാഫാണ് കിട്ടിയിരുന്നെങ്കിൽ, ദാറ്റ് ഈസ് എല്ലാ കേസിലും ഇതുപോലത്തെ ഒരു ഗ്രാഫാണ് കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് പറയാം എ ലീനിയർ ഗ്രാഫ്, ലീനിയർ റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് പറയാം. പക്ഷെ പല കേസിലും വേപ്പർ പ്രഷറും ടെമ്പറേച്ചറും തമ്മിൽ ഒരു നോൺ ലീനിയർ റിലേഷൻഷിപ്പാണുള്ളത്. അപ്പൊ ഈ നോൺ ലീനിയർ റിലേഷൻഷിപ്പ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് അത്ര എളുപ്പത്തിൽ വേപ്പർ പ്രഷറും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷൻസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂല. അതൊരു തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന ഭാഗത്ത് ഡിറൈവ് ചെയ്ത് കുറേ ഇക്വേഷൻസ് ഒക്കെ ഡിറൈവ് ചെയ്ത് അവസാനം ഉണ്ടാക്കിയ ഒരു ഇക്വേഷനാണ് ക്ലാപ്പറോൺ ക്ലോഷ്യസ് ഇക്വേഷൻസ്. What is that equation is? That is LNP is equal to, ഇതാണ് ഇക്വേഷൻ. ഫൈനൽ ഇക്വേഷൻ മാത്രമേ ഞാൻ അവിടെ എഴുതുന്നുള്ളൂ. അതിന്റെ ഡെറിവേഷനും കാര്യങ്ങളൊക്കെ മറ്റൊരു വീഡിയോയിൽ ചെയ്യാം. ദാറ്റ് ഈസ് ഇപ്പൊ തൽക്കാലത്തേക്ക് ഇത് പഠിക്കുമ്പോൾ ഇത് മാത്രമേ ആവശ്യമുള്ളൂ. മൈനസ് ഡെൽറ്റ എച്ച് വി എ പി ഡിവൈഡഡ് ബൈ ആർ ടി പ്ലസ് സി. ഇതാണ് ക്ലാപ്പറോൺ ക്ലോഷ്യസ് ഇക്വേഷൻ. ഇതിൽ എന്തൊക്കെയാണ് ടേംസ് നോക്കുന്നത്? ആദ്യം പി എന്ന് വെച്ചാൽ വേപ്പർ പ്രഷർ, T temperature, right? Delta H vaporization means enthalpy of vaporization എന്നാ പറയാം. C means integration constant. ഇതാണ് ക്ലാപ്പറോൺ ക്ലോഷ്യസ് ഇക്വേഷൻ, റൈറ്റ്? അങ്ങനെയാകുമ്പോൾ ഈ ഇക്വേഷൻ ഈസ് ഓഫ് ദി ഫോം y is equal to mx plus c ആണ് കേട്ടോ. അപ്പോൾ m എന്ന് വെച്ചാൽ ഇവിടുത്തെ ഈ ടേംസ് x means 1/t, c ഇവിടെ ഉണ്ട്, y ഇത്. അങ്ങനെയാകുമ്പോൾ if you are plotting LNP against 1/t വരക്കുകയാണെങ്കിൽ വേഴ്സസ് 1/t വരക്കുകയാണെങ്കിൽ ഒരു സ്ട്രേറ്റ് ലൈൻ കിട്ടും. ദാറ്റ് ഈസ് when you drawing, that is ഒരു LNP against 1/t വരക്കുമ്പോൾ what you get is that you will get a straight line. ആ സ്ട്രേറ്റ് ലൈനിന്റെ സ്ലോപ്പ് ഈക്വൽ ടു മൈനസ് ഡെൽറ്റ എച്ച് വാപ്പറൈസേഷൻ ബൈ ആർ ആയിരിക്കും. കാരണം എം ആയിരിക്കും സ്ലോപ്പ്. therefore മൈനസ് ഡെൽറ്റ എച്ച് വാപ്പറൈസേഷൻ ഈസ് ഈക്വൽ ടു സ്ലോപ്പ് ഇൻറ്റു എന്തായിരിക്കും? ആറും ആയിരിക്കും. നമുക്ക് പ്രോബ്ലം ചെയ്യണമെങ്കിൽ യു ആർ ഇൻറ്റഗ്രേറ്റിംഗ് ദി എബോ ഇക്വേഷൻ ഇൻ ദി ലിമിറ്റ് P1 ആൻഡ് P2 അറ്റ് എ ടെമ്പറേച്ചർ ഓഫ് T1 ആൻഡ് T2 ആണെങ്കിൽ ഫൈനലി കിട്ടുന്ന ആൻസർ ഇതാണ്. ദാറ്റ് ഈസ് ln P2 by P1 is equal to, that is delta H vap divided by R into T2 minus T1 whole divided by T2 into T1 എന്നുള്ള ഇക്വേഷൻ കിട്ടും. ഇതാണ് ഇൻ്റഗ്രേറ്റഡ് ഫോം ഓഫ് ക്ലാപ്പറോൺ ഇക്വേഷൻ. അവിടെ P2 എന്ന് വെച്ചാൽ വേപ്പർ പ്രഷർ അറ്റ് എ ടെമ്പറേച്ചർ ഓഫ് T2, P1 is the vapor pressure at a temperature of T1. ഇത് വെച്ചിട്ടാണ് നമ്മൾ പ്രോബ്ലം ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഒരു കാര്യം ചെയ്യാം. ഇവിടെ 2.303 ലോഗ് കൊടുക്കുമ്പോൾ 2.303 log P2 by P1 is equal to
delta H vaporization by R into T2 minus T1 by T2 into T1 എന്ന് കൊടുക്കാം. ഇനി 2.3 അപ്പുറം കൊണ്ടുപോകുമ്പോൾ finally you will get that is log P2 by P1 is equal to delta HV by 2.303 R that is T2 minus T1 by T2 into T1. ഇത് നമ്മുടെ അറിയൻസ് ഇക്വേഷനും പോലെ ഉണ്ട് അല്ലേ. ലോഗ് K2 by K1 is equal to EA by 2.303 R T2 minus T1 അല്ല, അവിടെ പകരം ഡെൽറ്റ HV കൊടുത്തു, ഇവിടെ P2 by P1 എന്നുള്ള ടേംസും കൊടുത്തു. ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ആണ് നമ്മൾ ചെയ്യുക. റൈറ്റ്, പറയാം. Clapeyron-Clausius equation. This is an equation that gives the relationship between vapor pressure and temperature and is given by ln P equal to minus delta HV by RT plus C, where P is vapor pressure, delta HV enthalpy of vaporization, T temperature, C is a constant. When ln P is plotted against 1 by T, we will get a straight line with a slope equal to minus delta HV by R, slope equal to minus delta HV by R. Therefore, delta HV equal to minus slope into R. Thus, from the graph, we can find out delta HV. Then, on integrating the above equation between the limit P1 and P2 and T1 and T2, we will get ln P2 by P1 is equal to delta HV by R T2 minus T1 by T2 into T1. ഇങ്ങനെ എഴുതാം. 2.303 log P2 by P1 is equal to delta HV by R T2 minus T1 divided by T1 into T2. Log P2 by P1 is equal to delta HV by 2.303 R T2 minus T1 into T2. This is the integrated form of Clapeyron-Clausius equation. ഇത്രയാണ് ഇതിന്റെ നോട്ട്സ്. ഇനി നമുക്ക് ഇതിന്റെ പ്രോബ്ലം ചെയ്യാം. നമുക്ക് പ്രോബ്ലം നോക്കാം. Calculate vapor pressure of H2O at 90 degrees Celsius. Given that molar enthalpy of vaporization is 41 kilojoule per mole at its normal boiling point is equal to 100 degrees Celsius ആണ് ക്വസ്റ്റ്യൻ. അങ്ങനെയാകുമ്പോൾ നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ ഇങ്ങനെയായിരുന്നു അല്ലേ. ലോഗ് that is log P2 by P1 equal to delta HV by 2.303 R then T2 minus T1 by T2 into T1. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. നമ്മൾ എന്തൊക്കെയാണ് ഇവിടെ എടുക്കേണ്ടത് നോക്കണം. ആദ്യം വേപ്പർ പ്രഷർ ഓഫ് H2 അറ്റ് 90 ഡിഗ്രി സെൽഷ്യസ് ആ, പിന്നെ 100 ഡിഗ്രി സെൽഷ്യസ് ഉണ്ട്. ഇതിലേതാണോ വലിയ ടെമ്പറേച്ചർ 100 അല്ലേ. അങ്ങനെയാകുമ്പോൾ ഒരു കാര്യം ചൂടെ T1 നമുക്ക് ചെറിയ ടെമ്പറേച്ചർ ആക്കി എടുക്കുക. T1 അതിൻ്റെ 90 ഡിഗ്രി സെൽഷ്യസ് എന്നല്ലേ പറയാ. That is equal to 273 plus 90. That is equal to 363 Kelvin. ഇങ്ങനെ കൊടുക്കാം. ഓക്കെ, ഇനി ആ സമയത്തുള്ള വേപ്പർ പ്രഷറാണ് കാണണ്ടേ അല്ലെ. കാൽക്കുലേറ്റ് ദ വേപ്പർ പ്രഷർ ഓഫ് H2O അറ്റ് 90 ഡിഗ്രി സെൽഷ്യസ്. ആ സമയത്തുള്ള വേപ്പർ പ്രഷർ അല്ലേ കാണണ്ടേ. അങ്ങനെയാകുമ്പോൾ ആ സമയത്തുള്ള വേപ്പർ പ്രഷർ നമുക്ക് P1 എന്ന് പറയാം. P1 ആണ് കാണണ്ടേ. ഇനി അടുത്തത് T2 മീൻസ് ഹയർ ടെമ്പറേച്ചറാ, 100 ഡിഗ്രി സെൽഷ്യസ് ഉള്ളത് അല്ലേ. അങ്ങനെയാകുമ്പോൾ 100 പ്ലസ് 273 കെൽവിനിലേ ചെയ്യാൻ പാടുള്ളൂ ഇസ് ഈക്വൽ ടു 373 കെൽവിൻ ആണ് T2. റെഡി. ഇനി P2 എന്ന് വെച്ചാൽ ഞാൻ ചോദിക്കട്ടെ, P2 മീൻസ് 100 ഡിഗ്രി സെൽഷ്യസിലുള്ള വേപ്പർ പ്രഷറുള്ളതോ P2. ഓൾറെഡി നിങ്ങൾക്ക് അറിയാം 100 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ വേപ്പർ പ്രഷർ ഓഫ് വാട്ടറിന്റെ വാല്യൂ 180 ml. ആ സമയത്തിലൂടെ വെള്ളം തിളക്കുക, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാകുമ്പോൾ P2 ഈക്വൽ ടു 180 m ആണ്. അപ്പൊ ആ വാല്യൂസ് ഒക്കെ ഇവിടെ കൊടുക്കുമ്പോൾ you will get 1 by P1 is equal to
ഡെൽറ്റ എച്ച് വിയുടെ വാല്യൂ ഇസ് ഈക്വൽ ടു തന്നിട്ടുണ്ടായിരുന്നു 41 കിലോ ജൂൾ പെർ മോള. ദാറ്റ് ഈസ് 41 into 10⁻³ ജൂൾ പെർ മോള. കിലോ നമുക്ക് 10⁻³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് 41 into 10⁻³ ഡിവൈഡ് ബൈ 2.303. ആറിന്റെ വാല്യൂ യു ക്യാൻ ടേക്ക് ഇറ്റ് ആസ് 8.314. ആ വാല്യൂ കൊടുത്തോളൂ, കുഴപ്പമില്ല, കാരണം ഇവിടെ ജൂളിലുള്ള, അതുകൊണ്ടാണ് 8.314 കൊടുക്കണ്ടേ കേട്ടോ. ഇൻറ്റു 8.314 ദെൻ T2 മൈനസ് T1 അല്ലേ, T2 മൈനസ് T1. അങ്ങനെയാകുമ്പോൾ T2യുടെ വാല്യൂ 373 മൈനസ് 363 ഡിവൈഡഡ് ബൈ 373 into 363 ഇങ്ങനെ കിട്ടും. അങ്ങനെയാകുമ്പോൾ ഈ വാല്യൂസ് നിങ്ങൾ ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ്, കാൽക്കുലേറ്റർ അടിക്കുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് 0.1581 വാല്യൂ അങ്ങനെ കിട്ടുക. ദാറ്റ് ഇസ് ലോഗ് 1/P1 ആണേ. അങ്ങനെയാകുമ്പോൾ 1/P1 ഈസ് ഈക്വൽ ടു ആന്റി ലോഗ് ഓഫ്, ഇങ്ങനെ കൊടുക്കാം അല്ലേ, കാരണം ലോഗ് ആന്റി ലോഗ് ഓഫ് 0.1581 കിട്ടും. അങ്ങനെയാകുമ്പോൾ അപ്പോൾ യു വിൽ ഗെറ്റ് എ വാല്യൂ ദാറ്റ് ഇസ് യു ഡു സ്വന്തമായിട്ട് ചെയ്യുക. യു വിൽ ഗെറ്റ് എ വാല്യൂ. അവസാനം യു വിൽ ഗെറ്റ് P1. ഈ കിട്ടുന്ന വാല്യൂയുടെ റെസിപ്രോക്കലാണ് ശരിക്കും P1. ഫൈനലി യു വിൽ ഗെറ്റ് P1 ഈക്വൽ ടു 1.44. അത്ര എങ്ങനെയാണ് കിട്ടുക നോക്ക്. ഇത് 1 ATM അല്ലടോ. അങ്ങനെയാകുമ്പോൾ താഴത്തതും ATM തന്നെയായിരിക്കും. P1ന്റെ വാല്യൂ ATM ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1.44 ATM ആണ് അതിന്റെ വേപ്പർ പ്രഷർ അറ്റ് 90 ഡിഗ്രി സെൽഷ്യസിലുള്ള. കറക്റ്റ്. The question, calculate the enthalpy of vaporization for per mole water given its vapor pressure at 80 degrees Celsius 0.4672 ATM. The normal boiling point of water is 100 degrees Celsius ആണ്. നമുക്കറിയാവുന്ന ഇക്വേഷൻ ഇങ്ങനെയാ. log P2/P1 equal delta HV by 2.303 R T2 minus T1 T2 into T1 ആണ് അറിയാവുന്ന ഇക്വേഷൻസ്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ P1 ഉണ്ട്, P2 വേണം, T1 വേണം, T2 വേണം. ആ വാല്യൂ കൊടുത്താൽ നമ്മളെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. P1ന്റെ വാല്യൂ ഒരു കാര്യം ചെയ്യാം, ഇതാ ഇത് T1 ആക്കി എടുക്കുക. ലോവർ ടെമ്പറേച്ചർ അല്ലേ, അപ്പൊ ഇത് ഹയർ ടെമ്പറേച്ചറാ, ഇത് T2 ആയിക്കോട്ടെ. ഇത് P1 ആക്കി എടുക്കുക. 100 ഡിഗ്രി സെൽഷ്യസിൽ വെള്ളത്തിന്റെ വേപ്പർ പ്രഷർ 1 ATM അല്ലേ, P2 1 ATM ആക്കി എടുക്കുക. അപ്പം T1ന്റെ വാല്യൂ അറിയാം, P1ന്റെ വാല്യൂ അറിയാം, T2 അറിയാം, P2 അറിയാം. അതൊക്കെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആറിന്റെ വാല്യൂ 8.314 ആ. എല്ലാ വാല്യൂസും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുക. യു വിൽ ഗെറ്റ് ഡെൽറ്റ HV വാപ്പറൈസേഷൻ സ്വന്തമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഇത്രയാണ് വേപ്പർ പ്രഷറിന്റെ സെക്കൻഡ് പാർട്ട്. താങ്ക് യു.